ഡിയർ കീം 2025 ആസ്പിറൻസ്, ഇന്ന് നിങ്ങളുടെ സംശയങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിക്കാനും അതിന് കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കാനും ഒരു വലിയ അവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ക്രോസ് റോഡാണ്. ഒരുപാട് സംശയങ്ങൾക്കും കൺഫ്യൂഷൻസിനും സ്കോപ്പുണ്ട്. ഏത് സ്ട്രീം എടുക്കണം, ഏത് കോഴ്സ്, ഏത് കോളേജിലേക്ക് എത്തണം, അതുപോലെ ബിടെക് തന്നെയാണോ എൻ്റെ കോഴ്സ്, ഞാൻ അത് ബിടെക്കിലേക്കാണോ പോകേണ്ടത്, ഞാനൊരു എഞ്ചിനീയർ ആവുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ, കൺഫ്യൂഷൻസ് ഉണ്ട്. പലപ്പോഴും പല സ്റ്റുഡൻസിനും ഇത് ചോദിക്കാനുള്ള വ്യക്തികളെ ചിലപ്പോൾ അവരുടെ പ്രസൻസ് ഉണ്ടാവത്തില്ല ചുറ്റും. അങ്ങനെയുള്ള ആൾക്കാർ അവൈലബിൾ ആവത്തില്ല. ഇനി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അപ്രോച്ചബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയായിട്ട് നിൽക്കുകയാണ് അവരുടെ കരിയർ. ചിലർ ഒരു ട്രെൻഡിൻ്റെ അവിടുത്തെ ഒരു പുഷ് കിട്ടി ചിലപ്പോൾ കുറേ പേര് എഞ്ചിനീയറിംഗിലേക്കും മെഡിസിനിലേക്കും ഒക്കെ വന്ന് ലാൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ പിന്നീട് അത് റിയലൈസ് ചെയ്യുന്ന കാലഘട്ടം ഒരുപാട് വൈകിയായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് കുട്ടികൾ ധൈര്യത്തോടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ഈ പ്രത്യേകിച്ച് സ്മാർട്ട് ഡിവൈസസ് ഒക്കെ വന്നതോടുകൂടി കൂടുതൽ കുട്ടികൾ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആയി നേരത്തെ തന്നെ ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിച്ച് ഏതൊക്കെ ഫീൽഡുകളാണ് അവർക്ക് ചേർന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഒക്കെ അവർ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കാണുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ഒരുപാട് അത്തരം സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ സംശയങ്ങളൊക്കെ നമ്മൾ അതുപോലെ വാല്യൂ ചെയ്യുന്നു. കാരണം ആ പ്രായം കഴിഞ്ഞ് വന്ന വ്യക്തികളെന്ന നിലയ്ക്ക് നമുക്കും അറിയാം ആ സമയത്ത് വരുന്ന സംശയങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച കരിയർ കൗൺസിലർമാരിൽ ഒരാളായ ശ്രീ ഡോക്ടർ PR വെങ്കട്ടരാമൻ സാറാണ്. സാറ് നിങ്ങൾക്കറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളെല്ലാ ചാനലുകളിലും മീഡിയയിലും ഒക്കെ ഒരു കരിയർ കൗൺസിലർ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ അതിന് എപ്പിറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിരൂപമാണ് സാറിൻ്റേത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഉത്തരങ്ങളില്ല. വളരെ ക്ലാരിറ്റിയിൽ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ സാറേ ബിടെക് ആണ് നമ്മുടെ ടോപ്പിക്ക്. നമ്മുടെ സ്റ്റുഡൻസിൽ ഇപ്പോൾ നമ്മളെ പ്രേക്ഷകരിൽ കൂടുതൽ അധികം പേരും ബിടെക് എടുക്കണോ വേണ്ടോ എന്നുള്ള ആ മതിലിൻ്റെ പുറത്തിരിക്കുന്ന ബിടെക്കിലേക്ക് ചായാൻ കാത്തു നിൽക്കുന്ന തേങ്ങയാണ്. അപ്പോൾ അവരുടെ ടെൻഡൻസി ബിടെക്കിലേക്കാണ്. പക്ഷേ സ്റ്റിൽ അവരുടെ മനസ്സ് അവരെ വലക്കിയ ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ റീസെൻ്റ്ലി വന്ന ഒരു റിപ്പോർട്ടുണ്ട്, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ജോബ് റിപ്പോർട്ട് 2025 എന്ന് പറയുന്ന റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 17 കോടി ജോലികൾ അധികമായിട്ട് വരുന്നു പുതിയ, അതായത് 2030 കൂടി. അതായത് 170 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഒരു 9.2 crores ജോബുകൾ വാനിഷ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു വലിയ പാരഡൈം ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. കാര്യം ഇത്രയധികം ജോലികൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ആഘാതം സൃഷ്ടിക്കും. പുതിയ കോഴ്സുകൾ ചെയ്യാതെ, അപ്സ്കില്ലിംഗ് ഒന്നും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലികൾ നഷ്ടപ്പെടും, വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോവാം. അപ്പോൾ അതിനകത്തെങ്ങാനും ഈ ബിടെക് കോഴ്സുകൾ പെടുന്നുണ്ടോ, ബിടെക് കോഴ്സുകൾ പഠിച്ചിട്ട് സ്കോപ്പ് ഇല്ലാതാവുമോ എന്നൊക്കെയുള്ള വലിയ പേടി നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരെ വഴിതെറ്റിക്കാൻ തന്നെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ചുറ്റും ഉണ്ട് തന്നെ. വേറെ പല കോഴ്സുകളൊക്കെ പറഞ്ഞിട്ട് ബിടെക്കിൻ്റെ കാലം കഴിഞ്ഞു, ബിടെക് ഈസ് ഡെഡ് എന്ന് തന്നെ പരസ്യവാചകമൊക്കെ പറഞ്ഞ് മറ്റ് പല കോഴ്സുകളിലേക്ക് അവരെ ആകർഷിക്കാൻ നിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു വർഗ്ഗം നാളെ ഇല്ലാതാവുമോ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിന് സ്കോപ്പ് ഇല്ലാതാവുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നമുക്ക് ആദ്യം തുടങ്ങാം. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വ്യൂ, ഈ അട്രീഷൻ അല്ലെങ്കിൽ ഔട്ട് ഫേസിങ് ഓഫ് ജോബ്സ്, ഇൻ ഫേസിങ് ഓഫ് ജോബ്സ് ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. ആദ്യമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു വൺ ഓഫ് ദ റീസൺസ്, പ്രഡിക്റ്റബിൾ റീസൺസ് AI ആണ്. AIൻ്റെ ഇൻ്റർവെൻഷൻ എല്ലാ ഫീൽഡിലും ബാധിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരു 5 കൊല്ലം 6 കൊല്ലം മുമ്പ് ഹയസ്റ്റ് ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു ഫീൽഡാണ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കലിൽ തന്നെ ഡയഗ്നോസ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു ബ്രാഞ്ചുണ്ട്. ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ആയിരുന്നു, ഹയസ്റ്റ് സാലറി ആയിരുന്നു, അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യേണ്ട ഒരു ഫീൽഡായിരുന്നു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 5 കൊല്ലം 6 കൊല്ലം കൊണ്ട് ഡൗൺ ആയി. അതെന്താ വെച്ചാൽ ഇവരുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഇവർ സ്കാൻ നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യുക, MRI സ്കാൻ നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യുക. ഇപ്പോൾ ഈ ബേസിക്കായിട്ട് എന്ത് ചോദിച്ചാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവൈലബിൾ ആയിട്ട് ഡാറ്റ മുഴുവൻ കയറ്റി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തന്നെ സ്കാൻ വെറുതെ നമ്മൾ കൊടുത്തു, AI തന്നെ പ്രഡിക്റ്റബിൾ ഇത് പറയും. അപ്പോൾ ഡോക്ടർ ആവശ്യമില്ല, ഔട്ട് ഫേസ്ഡായി. അങ്ങനെ ഡോക്ടേഴ്സിന് ഡിമാൻഡ് കുറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു കോമേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ്, ഈ ഫീൽഡിൽ AI എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് നന്നായിട്ട് കാണാം. AI ഒരു പോസിറ്റീവാണ്. പക്ഷേ എല്ലാ ജോലിയിൽ നിൽക്കുന്നവർക്കൊക്കെ പേടി മാരകമായിട്ടാണ്, വൈറസാണ് എന്ന് വെച്ചാൽ ജോലി പോകും. നിങ്ങൾ പറഞ്ഞ പോയിന്റും ജോലി പോണ കാര്യമാണ് പറഞ്ഞത്. ഇഷ്ടംമാരുണ്ട്. പക്ഷേ ഞാനൊരു സത്യം പറയാം, AI ഏറ്റവും മിനിമം ഇമ്പാക്റ്റ് തരുന്ന ടെക്നോളജിയിലാണ്. AI cannot replace technology or on its own. ഒരു കാർ ഇൻഡസ്ട്രിയിൽ ആലോചിച്ച് നോക്കൂ, വാട്ട് AI can do lot of modification in design. ഹാർഡ് കോർ ടെക്നോളജി എങ്ങനെ റീപ്ലേസ് ചെയ്യും? ഇറ്റ് വിൽ ടേക്ക് ടൈം. ടെക്നോളജി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മെഡിക്കൽ ഫീൽഡ് ഡയഗ്നോസ്റ്റിക്സ് റീപ്ലേസ് ചെയ്തു,
ബാങ്കിങ് സർവീസ് സെക്ടർ റീപ്ലേസ് ചെയ്തു. എല്ലാ പ്ലാറ്റ്ഫോമിലും അത് മാറ്റിക്കൊണ്ടുവരികയാണ്. സർവീസ് സെക്ടർ കാര്യമായിട്ട് ബാധിക്കേണ്ട AI കൊണ്ട്. റീപ്ലേസ്മെൻറ്റ് ഓഫ് നമ്പർ ഓഫ് പീപ്പിൾ ഔട്ട് ഫേസ് ചെയ്യുകയാണ്. ഈവൻ ഫോർ എൻ എക്സാമ്പിൾ AI കാരണം IT തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ കോഡിംഗ് നമുക്ക് ഒരു പ്രോഗ്രാമിങ്ങോ കോഡിംഗോ ഒന്നും വേണ്ട, നമുക്ക് ഓൾറെഡി AIയിലുണ്ട്. നമുക്ക് മോഡിഫിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ എല്ലാത്തിനും ഇമ്പാക്ട് ചെയ്താലും ലെവലിൽ ഇപ്പം ഡെവലപ്പേഴ്സിനെ എങ്ങനെ 90% ഇന്ത്യയിൽ 10 കൊല്ലം മുമ്പ് 10 കൊല്ലത്തിന് ശേഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് പ്രോഗ്രാമേഴ്സ് ആയിരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. അപ്പോൾ അവർ ആവശ്യമില്ല, ആവശ്യമില്ല. വെച്ചാൽ അതിന് മോഡിഫൈഡ് വെർഷൻസ് മാത്രമേ. സൂപ്പർ ഡെവലപ്പേഴ്സ്, അതിപ്പോൾ നമ്മൾ സാധാരണ പണ്ട് പഠിച്ച B.Tech പഠിച്ചവർക്ക് പറ്റില്ല. ഒരു 5 കൊല്ലം 10 കൊല്ലം വർക്ക് ചെയ്ത് IT വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ പോവുക, അവരൊക്കെ സർവീസ് സെക്ടറിലോട്ട് പോവുക. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് AI എന്ന് പറഞ്ഞാൽ ഇമ്പരറ്റീവാണ്. AIനെ ചലഞ്ചായിട്ട് കാണുക. ഈ കോവിഡിനടുത്ത് അല്ലാണ്ട് വൈറസായിട്ട് കണ്ടിട്ട് കാര്യമില്ല. എങ്ങനെ ഔ ടു സ്റ്റാൻഡ് വിത്ത് AI ആണ്. ആ AI ഏറ്റവും മിനിമം ഇമ്പാക്റ്റാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ AI കൊണ്ട് ഔട്ട് ഫേസിങ് പതുക്കെ വരാൻ പോകണം എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലാണ്. ധൈര്യമായിട്ട് പഠിക്കണം AI എഞ്ചിനീയറിംഗ്, വിട്ടുപോകേണ്ട കാര്യം തെറ്റാണ്. അതായത് കഴിവുള്ളവരെ കൂടുതൽ പവർഫുൾ ആക്കി തരികയാണ്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് ജോലി പോകുന്നുള്ളത് എന്തായാലും ഒരു കാലത്ത് നമുക്ക് വേണ്ട. ജോലി പോകുന്നത് വേറെ സെക്ടറിലാണ്, എഞ്ചിനീയറിംഗ് ആണ് പോകുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗിൽ പ്രശ്നമുള്ളത് ജോലി പോകണമല്ല, ഉള്ള ജോലി പോകണതല്ല എഞ്ചിനീയറിംഗ് പ്രശ്നം, ജോലി കിട്ടാനാണ് പ്രശ്നം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടി. മനസ്സിലാകണ്ടോ? ഒരു 2010-15 ഒരു ക്ലാസിക്കൽ കേസ് കേരളം തന്നെ 41 എഞ്ചിനീയറിംഗ് കോളേജിന് പകരം 172 എഞ്ചിനീയറിംഗ് കോളേജാണ്. 112 ബ്രാഞ്ചും വന്നു. അപ്പോൾ എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിച്ചു. അപ്പോൾ അത് ഡിമാൻഡ് സപ്ലൈ കർവ് ബാധിച്ചാണ്. എന്നാൽ ഞാൻ സത്യമായിട്ടും പറയാം, ഇപ്പോൾ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കിയാൽ എഞ്ചിനീയറിംഗ് എംപ്ലോയ്മെൻറ്റ് കൂടുക, താഴേക്ക് വന്നു, ഇപ്പം രണ്ടാമത് കൂടുകയാണ്. ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ChatGPT ഗ്ലോബൽ കരിയർ ട്രെൻഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. തീർച്ചയായിട്ടും AI പറഞ്ഞാൽ AI ഈസ് എ മോഡിഫിക്കേഷൻ ഓർ മോഡറേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലാന്ന് പറയാൻ പറ്റുമോ? AI ഈസ് ദ ബർത്ത് ഓഫ് എ ടെക്നോളജി. AI മെഡിസിന് വന്നതല്ല, കൊമേഴ്സിന് വന്നതല്ല, അക്കൗണ്ടൻസിന്ന് വന്നതല്ല, സർവീസ്. അത് ഇതിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായാൽ ആ ചലഞ്ച് ഏറ്റവും കൂടുതൽ നറിഷ് കൊണ്ടുപോകണം പാരൻറ്റിനാണ്. ഇപ്പോൾ AI പാരൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ അവർക്ക് എന്താ എൻ്റെ പേടി? പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഏറ്റെടുത്ത് പോകണം. ഇതിൻ്റെ കൂടെ അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ബ്രാഞ്ചിലും ഇൻ്റഗ്രേറ്റഡ് AI വരും. ഇപ്പം തന്നെ നമുക്ക് ബ്രാഞ്ചസ് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI വന്നു കഴിഞ്ഞല്ലോ. ഇന്ത്യയിൽ തന്നെ പല കോളേജിലും കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യണത്. പക്ഷേ സിലബസിന് നമ്മൾ സൂക്ഷിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, കമ്പ്യൂട്ടർ സയൻസ് AI ആണോ കമ്പ്യൂട്ടറാണോ നല്ലത്? ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ പഠിച്ചാൽ മതി പറഞ്ഞു. അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് കൊണ്ടുവരുമ്പോൾ കമ്പ്യൂട്ടർ ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സിറ്റിയുടെ കുറേ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഇത്ര പേപ്പർ പഠിപ്പിക്കാൻ പാടുള്ളൂ, ഇത്ര അവേഴ്സ് പഠിപ്പിക്കണം, ഇത്രയാണ് എക്സാം. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള 5-6 പേപ്പേഴ്സ് എടുത്തിട്ട് ആ സാധനം, പക്ഷേ ആ പോണ പേപ്പർ അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള പേപ്പറാണ്. AI നമുക്ക് സൈഡ് ലൈനിൽ പഠിക്കാം, ചില ഹാർഡ് കോർ സബ്ജക്ട്സ് പഠിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും AI പഠിക്കാം. പക്ഷേ ഇവരെന്ന് വെച്ചാൽ ആ AI-നെ വെച്ചിട്ട് ആ കോഴ്സ് അട്രാക്ട് ചെയ്യാൻ ആൾക്കാരെ തെറ്റൊന്നുമില്ല. AI പഠിക്കാം. ഈ മറ്റേ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവർക്ക് AI പഠിക്കാം. AI സൈഡ് ലൈനിൽ പഠിക്കും. ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായാൽ മതി. കുറച്ച് ലോജിക്കൽ സെൻസും വേണം, എങ്ങനെയാണ് വർക്ക് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഒരു ഹാർഡ് കോർ കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ വിത്ത് AI വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വിത്ത് AI എടുത്തോളൂ, പ്രൊവൈഡഡ് അതിലുള്ള കുറേ അൺഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് മാറ്റിയിട്ട് AI ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കൊള്ളാം. പക്ഷേ പല യൂണിവേഴ്സിറ്റികളും നല്ല ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേപ്പർ കളഞ്ഞിട്ടാണ് AI കൊണ്ട്. അപ്പോൾ എന്ത് പറ്റും പറയാം, സിവിൽ എഞ്ചിനീയറും അല്ല എന്നാൽ AI ഒരു ഹാർഡ് കോർ കരിയറും അല്ല, അങ്ങനെ ആയിപ്പോവും. അത് കെയർഫുൾ ആണെന്നേ ഉള്ളൂ. ആ പ്രൊപ്പോർഷൻ ഏത് പേപ്പർ അറ്റ് വാട്ട് കോസ്റ്റ് ഓർ വിച്ച് പേപ്പർ ഹാസ് ബീൻ ഡിലീറ്റഡ് നിങ്ങൾ നോക്കണം. അത് നല്ലോണം ഒരാളോട് ചോദിച്ചാൽ ടെക്നോളജി അറിയുന്ന ആൾ, എഞ്ചിനീയറിംഗ് അറിയുന്ന ആൾ പറഞ്ഞു കൊടുക്കും. പല സ്ഥലങ്ങളിലും നല്ല പേപ്പർ കളഞ്ഞിട്ടാണ് ചെയ്യണത്. ചില സ്ഥലങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറേ എക്കണോമിക്സിൻ്റെ പേപ്പർ കളയുക, മാനേജ്മെൻറ്റ് പേപ്പർ, മാത്സിൻ്റെ പേപ്പർ രണ്ടും ഒരു കുഴപ്പമില്ല. 4 പേപ്പർ മാത്സ് പഠിക്കേണ്ട വെച്ചാൽ ഓൾറെഡി എഞ്ചിനീയറിംഗ് മാത്സ് ഉണ്ട്, 2 പേപ്പർ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലും ആ സിലബസ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഈ അട്രീഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് ഒരു കാലത്തും എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിനെ ബാധിക്കില്ല ലോങ് റണ്ണിൽ. അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ടെക്നോളജിക്കാർ
പേടിക്കേണ്ട കാര്യമില്ല. അല്ല, എന് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യം ഞാൻ നോക്കുമ്പോൾ സാറേ ഗേറ്റിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്, സെക്കൻഡ് പേപ്പർ എന്ന് പറയും. അതായത് എല്ലാ ബിടെക് ഗ്രാജുവേറ്റ്സിനും നമ്മൾ ഗേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് 2 പേപ്പർ ചൂസ് ചെയ്യാം. അതായത് അവരുടെ സ്വന്തം ആയിട്ടുള്ള പേരന്റ് ബ്രാഞ്ചിൻ്റെ ഒപ്പം രണ്ടാമത് പേപ്പറോട് ഓപ്ഷനായിട്ട് ഒരു പേപ്പറോട് ചൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈവൻ സിവിൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എല്ലാവർക്കും എയുടെ പേപ്പറും എഴുതാം. അപ്പോൾ നമ്മൾ പേടിച്ചിരിക്കാതെ അത്തരം ഒരു സ്റ്റഡീസും കൂടെ വേണമെങ്കിൽ ഹയർ സ്റ്റഡീസ് ലെവലിലും പഠിക്കാം. കൂടാതെ ഇവർക്ക് മൈനേഴ്സ് ആയിട്ട്, അതായത് സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒക്കെ പഠിക്കുന്നവർക്ക് മൈനേഴ്സ് ആയിട്ട് എയുടെ കോഴ്സ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബക്കറ്റ് ചൂസ് ചെയ്തിട്ട് അവർക്കത് വാങ്ങിക്കാം, പഠിക്കാം. ക്രെഡിറ്റ്സ് അതനുസരിച്ച് ആഡ് ചെയ്യപ്പെടും. ക്രെഡിറ്റ് ബാങ്ക് ആണല്ലോ, അപ്പോൾ ആ ഒരു ക്രെഡിറ്റ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇവർക്ക് അക്കാഡമിക്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ വളരെ നാരോ ആയിട്ട് കാണേണ്ട ഒരു കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ അട്രീഷൻ എന്ന് പറയുന്ന സംഭവം എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നവർക്ക് വലിയൊരു ഭീതിയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. യെസ്. അപ്പോൾ അത് ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അടുത്തതായിട്ട് സ്റ്റുഡൻസ് പലരും ചോദിക്കുന്ന ഒരു കാര്യം, സാറേ ഈ ബിടെക് എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഡിഗ്രിക്ക് ശേഷം പലരും പോകുന്നത് ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലേക്ക് പോകും, അല്ലെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകും. അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ, UPSC ഒക്കെ ഒരുപാട് പരീക്ഷകളുണ്ട്. ഡിഗ്രി ലെവൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. അപ്പം മാത്രമല്ല ഇവർ ഈ ബിടെക് കഴിഞ്ഞിട്ട് പോകുന്നവർ കൂടുതലും IT ഫീൽഡിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിന് ബിടെക് തന്നെ പഠിക്കണം? ബിടെക് പഠിക്കാതെ അതിലും ചീപ്പറായിട്ട് ഇയറും കുറവുള്ള, ഡ്യൂറേഷൻ കുറവുള്ള 4 ഇയറിന് പകരം 3 ഇയർ ഡ്യൂറേഷനുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ BCA, BSc കോഴ്സുകളിലേക്കൊക്കെ പോയാൽ നമുക്ക് സമയം ലാഭിച്ചുകൂടെ, കോസ്റ്റ് എക്സ്പെൻസ് ലാഭിച്ചുകൂടെ എന്നൊക്കെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസും പേരൻസും ഉണ്ട്. അപ്പോൾ അവരോട് എന്ത് മറുപടിയാണ് പറയുന്നത്? ഇതിൽ 2 ഇൻ്റർപ്രിട്ടേഷനാണ്. ചില സമയത്ത് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബിടെക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ബിടെക്കിന് ഓടണ്ട, 4 കൊല്ലം ബിടെക് എഞ്ചിനീയറിംഗ് കോഴ്സ്. സുഹൃത്തിൻ്റെ ബ്രാഞ്ച് മെക്കാനിക്കലാണ്, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. മെക്കാനിക്കൽ പഠിച്ചവരുണ്ട്, ഇലക്ട്രോണിക്സ്, ഹാർഡ് കോർ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. 4 കൊല്ലം ഇത് പഠിച്ച് 90% മേടിച്ചുകൊണ്ട് നമ്മൾ എഞ്ചിനീയർ ആവുന്നില്ല, ആവില്ല. വെറും സാധാരണ ഒരു 3 കൊല്ലത്തെ ഡിപ്ലോമ പാസ്സായിട്ട് തോറ്റാലും എത്രയോ നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇതാണല്ലോ 3 പ്രൊഫഷണൽ ഏരിയാസ് ഇന്ത്യയിൽ. ഇതിൽ 3 എഞ്ചിനീയറിംഗ്, മെഡിസിൻ ആൻഡ് കൊമേഴ്സ് ഏരിയയിൽ ആപ്റ്റിറ്റ്യൂഡ് നിർബന്ധമായിട്ടുള്ള ഒരു ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണ്. എന്നോട് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഡോക്ടേഴ്സാണ്, അവർക്കൊന്നും മെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അല്ല, ഈ മെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അതിന് ആപ്റ്റിറ്റ്യൂഡ് വേണ്ട. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കില്ലിംഗ് കോഴ്സാണ്. ഒരു കുട്ടി മെഡിസിൻ പാസ്സായി കഴിഞ്ഞാൽ 4.5 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ 1 ഇയർ കമ്പൾസറി ഹൗസ് സർജൻസി റൊട്ടേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു കൊല്ലം അവർ 12 മണിക്കൂറും ഹോസ്പിറ്റലിൽ നടന്ന് ഓരോ ഡോക്ടർമാർ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് പഠിച്ചിട്ടാണ് പിറ്റേ ദിവസം ഡോക്ടറാണെന്ന്. ആ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സ്കില്ലിംഗ് എവിടെയില്ല, എഞ്ചിനീയറിംഗിനില്ല. ഇവിടെ സ്കില്ലിംഗ് ആയിട്ട് കാണാൻ ബേസിക് സ്കില്ലിങ്ങേ ഉള്ളൂ. എന്താണ് നിങ്ങൾ മെക്കാനിക്കൽ മെഷീൻ എന്താണ്, അല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പ് എന്താണ്, ടോട്ടൽ സ്റ്റേഷൻ മെഷീൻ എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ്, അതെന്താണെന്നൊക്കെ പഠിക്കുക, കണ്ടൊരു പരിചയമേ ഉള്ളൂ. പിന്നെ നിങ്ങളവിടെ പ്രാക്ടിക്കലിന്, പക്ഷേ പ്രാക്ടിക്കലല്ല ഫീൽഡിൽ പോകുമ്പോൾ. സ്റ്റെത്തസ്കോപ്പ് എന്താണെന്ന് ഈ കുട്ടി ഒരു 2 ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റെത്തസ്കോപ്പ് ഉപയോഗിക്കണമെന്ന് ആ പഠിച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ നിർഭാഗ്യവശാൽ എഞ്ചിനീയറിംഗ് സ്കില്ലിംഗ് ഇല്ല. അപ്പോൾ ശരിക്കും എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സിൽ നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് വേണം. മെഡിസിൻ ഒക്കെ ഉള്ളതുപോലെ മാൻഡേറ്ററി ആയിട്ട് അതെ, അത് നടക്കില്ല. നിങ്ങൾക്കൊരു അതായത് അതിൽ വ്യത്യാസം ഞാൻ പറഞ്ഞത് അറിയോ? ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള റിക്വയർമെൻറ്റ്സ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ IMC പറഞ്ഞേക്കുന്നത് മെഡിക്കൽ കോളേജ് വേണ്ട, പഠിപ്പിക്കാൻ അധ്യാപകർ വേണ്ട, ഫസ്റ്റ് അവർ ഇൻസ്പെക്ഷൻ വിസിറ്റ് ചെയ്യണം 300 ബെഡഡ് ഹോസ്പിറ്റൽ ഉണ്ടോയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈഡിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രി വേണം, ഈ 4 ബ്രാഞ്ചിൻ്റെ ഇൻഡസ്ട്രി. അതിൻ്റെയൊക്കെ എക്സ്പെൻസസ് ഇവിടെ പോകും. അത് അമേരിക്കയിൽ അങ്ങനെയാണ്. അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ 90% സ്ട്രക്ചറും ഇൻഡസ്ട്രിയാണ്. അതായത് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഒരു 10 കൊല്ലം കഴിഞ്ഞ് സോപ്പ് കണ്ടമാനം മാനുഫാക്ചർ ചെയ്ത് ഡൈവേഴ്സിഫിക്കേഷൻ വന്ന പിന്നെയാണ് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യണം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ. എന്നാലേ ഗവൺമെൻറ് കൊടുക്കുള്ളൂ, ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയൽസിന് കൊടുക്കുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് എന്ത് തുടങ്ങാം? അത് തെറ്റായ പതിയൊന്നുമല്ല, പക്ഷെ അതുകൊണ്ട് കുറേ എഞ്ചിനീയേഴ്സ് ആയില്ലേ. നിങ്ങൾക്ക് ഒരു 10 കൊല്ലം 15 മുമ്പ് കേരളത്തൊക്കെ +2 BA BSc ആയിരുന്നു. ഇപ്പോൾ എത്ര ആൾക്കാർ എഞ്ചിനീയേഴ്സ്? അത് വേസ്റ്റ് ആവുമോ? പക്ഷേ അതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടുള്ള ചില പ്രശ്നമാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ട് നമ്മൾ എഞ്ചിനീയർ ആകുന്നില്ല, MBBS പഠിച്ചുകൊണ്ട് ഡോക്ടർ ആകും. അപ്പോൾ ഇതിന് 100% ആപ്റ്റിറ്റ്യൂഡ് ആയാലേ ഈ കോഴ്സിന് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചോദ്യം ഡീവിയേറ്റ് ചെയ്യും. എവിടെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ അന്ന് ഞാൻ അവസാനത്തെ പറയാം. ഞാൻ വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ കരിയർ സെറ്റ് ലിങ്ക് ചെയ്താലേ 82% കഴിഞ്ഞ കൊല്ലം അവർ റിക്രൂട്ട് ചെയ്ത ആർക്കും എഞ്ചിനീയേഴ്സാണ്. ആർട്ടിക്കിൾസ് എഴുതണം എങ്ങനെ അറിയാമോ? ബിടെക് പഠിച്ചവനൊക്കെ ബാങ്കിലാണ് പോണത്. ബിടെക് പഠിച്ചവനൊക്കെ ബാങ്കിലാണ് പോകുന്നത്. ബിടെക് പഠിച്ചവൻ ബാങ്കിൽ പോയാൽ നഷ്ടമാർക്കാണ്.
സ്റ്റുഡൻറ്റിനാണ്. അവൻ ഇൻ്റഗ്രേഷൻ പോലെ ഹൈ എൻഡ് മാത്സ് പഠിച്ചിട്ട് ബാങ്കിൽ പോയിട്ട് വരാൻ ആവശ്യമില്ല അതിന്. ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ കയറ്റിയാൽ ചെക്ക് പാസ്സാകണം അടിച്ച് കയറ്റിയാൽ മതി. അയാൾ അതിൻ്റെ വല്ലതും നോക്കണോ? അയാൾ എഞ്ചിനീയറിംഗ്. അപ്പോൾ ശരിക്കും ഒരു 4 കൊല്ലം ഒരു ബിടെക് പഠിച്ച ആൾ ബാങ്കിൽ വർക്ക് ചെയ്യും. ബിടെക് ഫേസ് ഔട്ട് ചെയ്യും. അയാൾ ബിടെക് അല്ലാണ്ടാവും. അങ്ങനെയാണല്ലോ ലോകത്ത് ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ മറന്നുപോകാൻ കാര്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ ബിടെക്കാർ മുഴുവൻ ബാങ്കിലോട്ടാണ് പോകുന്നത്. അത് തെറ്റാണത്. ഇങ്ങനെ നമ്മളെല്ലാം ഒരു ടൈപ്പ് ഇൻ്റർപ്രിട്ടേഷൻ വരാൻ പാടില്ല. എന്താ വെച്ചാൽ ഇന്ന് ബാങ്കുകാർ 82% ആൾക്കാരും എഞ്ചിനീയേഴ്സ് എടുക്കുന്നത് അവർ മിടുക്കന്മാരായതുകൊണ്ടല്ലേ. 90% അപ്ലിക്കൻസും ഈ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ടെന്നാണെന്ന് പറയാം. ബിടെക്കാണ് ഏറ്റവും. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 72,000 ആൾക്കാരാണ് പാസ്സാകുന്നത്. 72,000 ഒരേ ഡിഗ്രി പാസ്സാകുന്ന ആൾക്കാർ എവിടെയുള്ളത്? ബാക്കിയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എല്ലാം കൂടി കൂട്ടി എത്ര സീറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം ബിടെക്കാർ കൂടുതൽ പാസ്സാകണം. ശരിക്കും ബിടെക്കാർ ബാങ്ക് ജോലിക്ക് പോകുന്നതിൻ്റെ കാര്യം ബിടെക് പഠിച്ചിട്ട് ബാങ്കിൽ പോകുന്ന പ്രവർത്തനമല്ല. ബിടെക് പഠിച്ച് കോഴ്സ് ഇപ്പോൾ അവരുടെ എന്തെങ്കിലും ജോലി കിട്ടുന്ന ആഗ്രഹമായി. ലോകത്ത് ഒരു മനുഷ്യന് ജോലി കിട്ടുന്ന ആഗ്രഹം ഉണ്ടാകുന്നതിന് അനുഗ്രഹമല്ലേ. എത്ര ആൾക്കാർ വേണ്ട അവിടെ റോട്ടിൽ കൂടി നടക്കണം, ശരിയല്ലേ? ബിടെക് കോഴ്സിന് നെഗറ്റീവായിട്ട് കാണരുത്. പിന്നെ വേറൊരു കാര്യം അതല്ല ഞാൻ പറഞ്ഞത്, ഈ ബാങ്കിൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലം നോക്കിയാൽ ബാങ്കിൻ്റെ പ്ലാറ്റ്ഫോം ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം ആയിക്കഴിഞ്ഞു. പല ബാങ്കും ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തു തുടങ്ങിയാണ്. എല്ലാവർക്കും ആപ്പ് ഉണ്ട്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ മിക്കവാറും അമേരിക്കയിൽ മാറി കംപ്ലീറ്റ് ബാങ്ക് ടെക്നോളജി ബേസ്ഡ് ആകും. അന്ന് വേണ്ടത് എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഇന്നൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ബാങ്കിലോട്ട് പോകുന്നത് നാളത്തെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ബിടെക് പഠിച്ചിട്ട് ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് ബിടെക്കിന് ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അവസാനത്തെ ഒരു കാര്യം, ഈ IBPSൻ്റെ സർവേസായിട്ട് പോയി നോക്കൂ. ഇന്ന് ബിടെക് IBPSൻ്റെ PO ബാങ്കിൻ്റെ എക്സാംസ് ഫസ്റ്റ് അറ്റംപ്റ്റിലോ സെക്കൻഡ് അറ്റംപ്റ്റിലോ പാസ്സാകുന്ന 85% ആൾക്കാരും ബിടെക്കുകാരാണ്. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ BBA പഠിച്ചിട്ട് പോയാൽ പോരെ, BA പഠിച്ചിട്ട് പോയാൽ പോരെ, സുവോളജി പഠിച്ചിട്ട് പോയാൽ മതി. പക്ഷേ സുവോളജി പഠിച്ച് പോയവൻ നല്ലൊരു ബാങ്കിൽ ടെസ്റ്റ് എഴുതി പാസ്സാകുമ്പോൾ 2 കൊല്ലം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 2 കൊല്ലം നഷ്ടമായില്ലേ. ഇവിടെ ബിടെക് പഠിക്കുമ്പോൾ 1 കൊല്ലം നഷ്ടം. അപ്പോൾ കണക്ക് കൂട്ടാൻ ലാഭമല്ലേ. പിന്നെ ബിടെക് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാമിനും 164 എക്സാംസ് നടത്തുന്നുണ്ട് ഇന്ത്യയിൽ. 164 എക്സാം. ഇതിൽ 36 ബാങ്ക് എക്സാം. ഒരു കൊല്ലത്തെ കാര്യമാണ്. ശരിക്കും ഒരു ബിടെക് പഠിച്ച ആൾ കണ്ണു തുറന്നാൽ ഒന്ന് വിട്ട് എല്ലാ ദിവസവും പരീക്ഷ എഴുതാൽ 164 365 ഡിവൈഡ് ബൈ 164 ഏകദേശം 2.5 വരും. അപ്പോൾ ഓരോ 2 ദിവസവും ടെസ്റ്റ് എഴുതാമല്ലേ. ഈ ബിടെക്കാർ ബാങ്ക് ടെസ്റ്റ് പാസ്സാണ് ഒറ്റ കാരണം ബിടെക്കാണ്. എന്താ അറിയോ, അവിടെ കണക്കെളുപ്പോ. എല്ലാവർക്കും ബാങ്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് ടെസ്റ്റും സിവിൽ സർവീസും UPSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും PSC ടെസ്റ്റ് ടഫാണ്. കണക്ക് കാരണമാണ് ആൾക്കാർ തോൽക്കുന്നത് കണക്കാണ്. ബിടെക് പഠിച്ചാൽ കണക്കിൻ്റെ രാജാവായി. അപ്പോൾ എല്ലാം മൈനസിൽ കാണാണ്ട് 4 കൊല്ലത്തെ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ കണക്ക് നമുക്ക് അതിനുവേണ്ടി ബിടെക് പഠിക്കണമെന്ന് എന്താ തെറ്റ്? ശരിയല്ലേ? അപ്പോൾ ഒരു സംശയമില്ല. ബിടെക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും BBA BSc ഒന്നും പോകണ്ട. പിന്നെ ഇപ്പോൾ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ പോകുകയാണെങ്കിൽ സ്കെയിൽ ഓഫ് ചെയ്യണം. മിക്കവാറും കോളേജ് 75,000 മേടിക്കണുള്ളൂ. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ആളാണ്. എൻ്റെ മകളുടെ കുട്ടി പഠിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. 1 lakh rupees ഇയർലി ഫീസ്. എത്ര? 1 lakh. ഒരു 3ാം ക്ലാസ് പഠിപ്പിക്കാൻ ഒരു ക്ലാസ് ഒരു അധ്യാപിക മതിയല്ലോ അല്ലേ. ഒരു ബിടെക് കോളേജിന് എന്തോരം ഫെസിലിറ്റീസ് വേണം, എന്തോരം ലാബ്സ് ആൻഡ് വർക്ക്ഷോപ്സ് വേണം. ചീപ്പസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് കേരളത്തിൽ. അല്ലാന്ന് പറയാൻ പറ്റുമോ? ശരിയല്ലേ? ധൈര്യമായിട്ട് എടുക്കണം. ഫീസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. 75,000 ഈസ് നത്തിങ്. അതായത് സാധാരണ ഒരു സ്കൂൾ ലെവലിലുള്ള 10ാം ക്ലാസ്സിലെ ഫീസാണത്. അതിന് ഇവിടെ കൊടുക്കുന്ന പ്രൊഫഷണൽ ഡിഗ്രിയാണ് 4 കൊല്ലത്ത്. ഇവർക്ക് എന്തൊക്കെയാണ് എക്സ്പോഷർ ഉള്ളത്? പഠിപ്പിക്കണ മാഷുമാർ മുഴുവൻ MTech അല്ലേ. അവിടെ BSc BEd അല്ലെങ്കിൽ +2 അല്ലേ പഠിപ്പിക്കണത്. അവർക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ, ലാബ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? കുറേ ഹോബീസും ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും വാല്യൂ കൊടുക്കണം. അപ്പോൾ ബിടെക് ഇസ് എ പ്രൊഫഷണൽ ഡിഗ്രി. ടു ബി വെരി ഫ്രാങ്ക്, ഇറ്റ്സ് എ ഗുഡ് പ്രൊഫഷണൽ ഡിഗ്രി അറ്റ് എ ചീപ്പ് കോസ്റ്റ്. ചാൻസ് കിട്ടിയാൽ പഠിക്കണം. അല്ല, ഈ ബാങ്കിങ് സെക്ടറിന് അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ സർവീസ് നോക്കിയാലും 60% എഞ്ചിനീയേഴ്സ് ബിടെക്കാരാണ്. ഇതിനൊക്കെ എന്ത് പറ്റും മിസ്റ്റർ ചാൾസ്? എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഈ ആർട്ടിക്കിൾസ് നെഗറ്റീവാണ്. അതിന് ഒരു ആർട്ടിക്കിൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചത്, ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ബിടെക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ നറേറ്റീവ്സ് കൊണ്ടുവരികയാണ്. അല്ല, ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ മക്കളുടെ മനസ്സൊക്കെ എന്താവും, ശരിയാണ്, ഇപ്പോൾ ഒന്നും കിട്ടാത്തവനൊക്കെ സിവിൽ സർവീസ് സിവിൽ സർവീസ് അങ്ങനെ അല്ല. അത് അങ്ങനെ നമ്മൾ എടുക്കരുത്. ക്ലിയർ ചെയ്യാൻ പറ്റുന്നവർ ഡെഫിനറ്റ്ലി അവർ ഇന്ത്യയിലെ മികച്ചവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിവിൽ സർവീസ്, അതുപോലെ CAT എക്സാം ചില വർഷങ്ങളിൽ 100%ൻ്റെ ഒരു റേഷ്യോ നോക്കിയപ്പോൾ 9-ൽ 7 പേരും 100% വാങ്ങിച്ച 9-ൽ 7 പേരും ബിടെക് എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഒരു എന്ന് വെച്ചാൽ ആ ഒരു കോഴ്സിൽ നിന്ന് കിട്ടുന്ന പകരം വയ്ക്കാൻ പറ്റും. അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ ഈ ഒരു ഗസ്റ്റ് പ്രപ്പോസൽ അല്ലാണ്ട് മെഡിസിൻ പഠിക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക, എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒന്നിച്ച് STEM കോഴ്സസ് പഠിക്കുക. ഇതിൻ്റെ ബേസിക് ഗുണം നമ്മുടെ വ്യക്തിത്വത്തിലാണ്.
എന്താ വ്യക്തിത്വം വെച്ചാൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എഞ്ചിനീയറിംഗ് മാഷുമാർക്കും പറയാൻ വയ്യ, കുട്ടിക്ക് ഫീലും ഇല്ല. ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചാൽ ചില മാറ്റങ്ങളുണ്ടാവും നമ്മുടെ വ്യക്തി. ആ മാറ്റമാണ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു കോമ്പണൻറ്റും ഉണ്ട്. അതിൻ്റെ പേരാണ് അനാലിറ്റിക്കൽ എബിലിറ്റി. ഒരു എഞ്ചിനീയർ അവൻ്റെ 4 കൊല്ലം ചെയ്ത് അനാലിസിസാണ്. ഓരോ ഡാറ്റ വെച്ചിട്ട് അവൻ പറയും ഇത് ഇന്നതാണ്, അവൻ പ്രിഡിക്റ്റ് ചെയ്യല്ലേ ഡാറ്റ വെച്ചിട്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സബ്ജക്റ്റാണ് അനാലിറ്റിക്കൽ എബിലിറ്റി. ഇന്ന് ഏറ്റവും ബെസ്റ്റ് സാലറി കൊടുക്കുന്ന ആൾക്ക് ബിസിനസ് അനലിസ്റ്റിനാണ്. ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന IT അനലിസ്റ്റിനാണ്. എല്ലാ മെഡിക്കൽ അനലിസ്റ്റ് അവർക്കാണ് ശമ്പളം. പക്ഷേ അവർ വെച്ച് കറക്റ്റായിട്ട് പറയും ഇന്നതാണ് അതിൻ്റെ ഔട്ട്കം പറയും. അങ്ങനെ അനാലിറ്റിക്കൽ തിങ്കിങ് വരാനുള്ള ഇന്ന് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒറ്റ കോഴ്സ് എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ സയൻസ് പഠിച്ചാൽ ജോലി കിട്ടണില്ല, ബിടെക് പഠിച്ചാൽ ജോലി കിട്ടണം, ബിടെക് പഠിച്ചാൽ എഞ്ചിനീയറിംഗ് ജോലി കിട്ടണില്ല പറഞ്ഞിട്ട് അത് ഡെസേർട്ട് ചെയ്ത് പോവുക. അതൊരു തെറ്റായ കൺസെപ്റ്റാണ്.